കർത്താവ് നിങ്ങളോട് കൂടെയും. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം. അധ്യായം 25, തിരുവചനങ്ങൾ 1 മുതൽ. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിനെന്ന് ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്തു പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റ് കന്യകമാർ വന്ന്, കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. ദൈവവചനമാണ് നാം കേട്ടത്. ഇരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവ് 10 കന്യകമാരെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. 10 കന്യകമാരെക്കുറിച്ച് ഈശോ പറഞ്ഞിട്ട് അതിൽ 5 പേരെ വിവേകവതികളെന്ന് ഈശോ വിളിക്കുന്നു. 5 പേരെ വിവേകമില്ലാത്തവർ, വിവേകശൂന്യകൾ എന്ന് ഈശോ വിളിക്കുന്നു. 10 പേരും മണവാളന്റെ വരവിന് വേണ്ടി വിളക്കും പിടിച്ച് കാത്തിരുന്നവരാണ്. എന്തുകൊണ്ടാണ് 5 പേർ വിവേകവതികളായതും 5 പേർ വിവേകമില്ലാത്തവരായി തീർന്നതും? ആ ഉപമയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മണവാളൻ വരാൻ വൈകുകയും അതുകൊണ്ട് ഈ കന്യകമാർ കിടന്നുറങ്ങുന്നതും നമ്മൾ വായിക്കുന്നു. പിന്നീട് അർദ്ധരാത്രിയിൽ മണവാളൻ വന്നപ്പോൾ ഈ കന്യകമാരെല്ലാം വിളക്കുകളെടുത്ത് കത്തിക്കാൻ തുടങ്ങി. പക്ഷേ 5 പേർക്ക് മാത്രമാണ് കത്തിക്കുവാൻ സാധിച്ചത്. 5 പേരുടെ വിളക്കുകൾ കത്തിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ കാരണം അവയിൽ ആവശ്യത്തിന് എണ്ണയില്ലായിരുന്നു. അതുകൊണ്ട് അവർ എണ്ണയുള്ള കന്യകമാരോട് എണ്ണ കടം ചോദിച്ചു. പക്ഷേ അവർ പറഞ്ഞു, നിങ്ങൾക്കും ഞങ്ങൾക്കും തികയാതെ വരും. അതുകൊണ്ട് നിങ്ങൾ പുറത്ത് കച്ചവടക്കാരുടെ അരികിൽ പോയി വാങ്ങിക്കൊണ്ടുവരുവിൻ. അങ്ങനെ ആ കന്യകമാർ പുറത്തുപോയ സമയം മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അകത്ത് പ്രവേശിച്ചു. പിന്നീട് പുറത്തു പോയവർ വന്ന് അവർ വാതിൽക്കൽ മുട്ടി വിളിച്ചപ്പോൾ ഇപ്രകാരം മണവാളൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. എന്നിട്ട് ഈശോ പറയുകയാണ്, ആ നിമിഷത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ നിങ്ങളിൽ ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എപ്പോഴും ജാഗരൂകരായിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 5 കന്യകമാർ വിവേകമുള്ളവരായി, 5 കന്യകമാർ വിവേകമില്ലാത്തവരായി. ഈ ഉപമയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ദൈവരാജ്യത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ വിളക്ക് മാത്രം കരുതിയാൽ പോരാ, വിളക്കിൽ എണ്ണ കരുതേണ്ടതുണ്ട്.
ഈ എണ്ണയുടെ പ്രത്യേകത എന്താണ്? ഈ എണ്ണയുടെ പ്രത്യേകത അത് ആർക്കും കടം കൊടുക്കാനാകാത്ത എണ്ണയാണ്. ആരിൽ നിന്നും കടം വാങ്ങാൻ സാധിക്കാത്ത എണ്ണയാണ്. അതാണ് ഉപമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എണ്ണയില്ലാത്ത കന്യകമാർ കടം ചോദിച്ചപ്പോൾ എണ്ണയുള്ള കന്യകമാർ പറഞ്ഞു, നിങ്ങൾക്കും ഞങ്ങൾക്കും മതിയാകാതെ വരും, അതുകൊണ്ട് നിങ്ങൾ പുറത്ത് കച്ചവടക്കാരുടെ അരികിലേക്ക് പോയി വാങ്ങിക്കൊള്ളുവിനെന്ന്. സ്നേഹമുള്ളവരെ, അർദ്ധരാത്രിയിലാണ് മണവാളൻ വരുന്നത്. ആ സമയത്താണ് ഈ കന്യകമാർ പുറത്തേക്ക് പോകുന്നത്. അർദ്ധരാത്രിയിലും എവിടെയെങ്കിലും ഈ എണ്ണക്കടകൾ തുറന്നു വെച്ച് ആരെങ്കിലും ഇരിപ്പുണ്ടാകുമോ? അങ്ങനെയൊന്നും ആരും കാണത്തില്ല. വാസ്തവത്തിൽ തമ്പുരാന്റെ കടയെക്കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത്. തമ്പുരാന്റെ കടയിൽ പോയി ആവശ്യത്തിന് എണ്ണ കരുതുവാനാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, എന്താണ് ഈ എണ്ണ? ഈ എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിലെ പുണ്യമാണ്, ആത്മാവിലെ അഭിഷേകമാണ്, ആത്മാവിലെ നന്മകളാണ്. ഇതെന്തുമാത്രം ഞാൻ കരുതിയിട്ടുണ്ട്, എൻ്റെ ജീവിത വിളക്ക് കത്തിക്കുവാൻ ഞാൻ എന്തുമാത്രം എണ്ണ കരുതിയിട്ടുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ആർക്കും പങ്കുവെച്ചു കൊടുക്കാനുമാകില്ല, ആരിൽ നിന്നും നമുക്ക് കടം വാങ്ങാനും സാധിക്കുകയില്ല. അതാണ് ഈ എണ്ണയുടെ പ്രത്യേകത. ഈ ലോകത്തായിരിക്കുമ്പോൾ നമ്മൾ സമ്പാദിക്കുന്ന മറ്റെല്ലാം പങ്കുവെച്ചു കൊടുക്കാനുള്ളതാണ്. നമ്മൾ ഈ ലോകത്തിൽ എന്ത് സമ്പാദിച്ചാലും, പണം സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ സ്വർണം സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ കുറേ സ്ഥലം വാങ്ങുന്നു, വലിയ വീട് വയ്ക്കുന്നു, വാഹനങ്ങൾ വാങ്ങുന്നു, എന്ത് സമ്പാദിച്ചാലും നമ്മളത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് പോകണം. മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഈ ഒരേ ഒരു എണ്ണയാണ്. ഇത് ഞാൻ എന്തുമാത്രം കരുതിയിട്ടുണ്ട്, അതാണ് ഈശോ ഈ ഉപമയിലൂടെ നമ്മോട് ചോദിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ കൂടെ പഠിച്ചവരും എൻ്റെ കൂടെ വളർന്നവരും എൻ്റെ കൂടെ ധ്യാനത്തിൽ സംബന്ധിച്ചവരും ഒരുപക്ഷെ ഞാൻ നല്ല വാക്കുകൾ പറഞ്ഞു കൊടുത്തവരും ഒരു ധ്യാനത്തിന് പറഞ്ഞയച്ചവരുമെല്ലാം തമ്പുരാന്റെ മുമ്പിൽ ആവശ്യത്തിന് എണ്ണയുമുള്ള വിളക്കും പിടിച്ച് തമ്പുരാന്റെ മുമ്പിൽ സന്തോഷത്തോടെ നിൽക്കുകയും ഞാൻ മാത്രം ആവശ്യത്തിന് എണ്ണയില്ലാത്ത വിളക്കുമായി തമ്പുരാന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരികയും ചെയ്താൽ ആ നിമിഷത്തെക്കുറിച്ചാണ് ഈശോ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അത് എത്ര സങ്കടകരമായിരിക്കും. എൻ്റെ കൂടെ ജീവിച്ചവരും എൻ്റെ കൂടെ വളർന്നവരും എൻ്റെ കൂടെ പഠിച്ചവരും ധ്യാനത്തിൽ സംബന്ധിച്ചവരും ഒരുപക്ഷെ ഞാൻ ധ്യാനത്തിന് പറഞ്ഞയച്ചവരും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തവരുമെല്ലാം തമ്പുരാന്റെ മുമ്പിൽ ആവശ്യത്തിന് എണ്ണയുമായുള്ള വിളക്കും കത്തിച്ചു നിൽക്കുമ്പോൾ ഞാൻ മാത്രം എൻ്റെ ജീവിത വിളക്ക് കത്തിക്കുവാൻ ആവശ്യത്തിന് എണ്ണയില്ലാതെ നിന്ന് പരുങ്ങേണ്ടി വന്നാൽ ആ നിമിഷത്തെക്കുറിച്ച് ഈശോ പറയുകയാണ്, ജാഗരൂകരായിരിക്കേണ്ടതുണ്ട്. കാരണം എപ്പോൾ അത് സംഭവിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. വേണമെങ്കിൽ ഈ രാത്രിയിൽ ഇത് സംഭവിക്കാം, വേണമെങ്കിൽ നാളെ അത് സംഭവിക്കാം, വേണമെങ്കിൽ അടുത്ത ആഴ്ച അത് സംഭവിക്കാം, വേണമെങ്കിൽ ഒരു വർഷം കഴിഞ്ഞത് സംഭവിക്കാം. അങ്ങനെ അത് സംഭവിച്ച് എൻ്റെ തമ്പുരാന്റെ അരികിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ജീവിത വിളക്ക് കത്തിക്കാൻ ഞാൻ ആവശ്യത്തിന് എണ്ണ കരുതിയിട്ടില്ലെങ്കിൽ തമ്പുരാന്റെ ഒരു ചോദ്യമുണ്ട്, മോളെ, ഈ ലോകത്തിൽ ഞാൻ നിനക്ക് 60-70 വർഷം തന്നില്ലേ? മോനെ, നിനക്ക് ഞാൻ 70-80 വർഷം ഈ ലോകത്തിൽ തന്നില്ലേ? ഈ വർഷം മുഴുവൻ പിന്നെ നീ എന്തെടുക്കുകയായിരുന്നു? ഈ വർഷം മുഴുവൻ പിന്നെ നീ എന്താണ് സമ്പാദിച്ചത്? ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒന്നും നീ സമ്പാദിച്ചില്ലേ എന്ന് എൻ്റെ ദൈവം എന്നോട് ചോദിച്ചാൽ എനിക്കെന്തു മറുപടി എൻ്റെ ദൈവത്തിന് കൊടുക്കാൻ സാധിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ തമ്പുരാൻ ഈ ഉപമയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യം ഇതാണ്: നമ്മൾ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ആത്മാവിനെ കുറിച്ചുകൂടെ കൂടുതൽ കരുതലുള്ളവരായി ജീവിക്കേണ്ടതുണ്ട്. ഇതുവരെയുള്ള വർഷങ്ങളിൽ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്, ഒത്തിരിയേറെ പണം സമ്പാദിച്ചിട്ടുണ്ട്, ഒത്തിരിയേറെ വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്, വലിയ വീടൊക്കെ പണിതിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോകേണ്ട കാര്യങ്ങൾ. കൊണ്ടുപോകാൻ സാധിക്കുന്നത്, ആർക്കും പങ്കുവെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലാത്തത്, ആരിൽ നിന്നും എനിക്ക് ആ സമയത്ത് വാങ്ങാൻ സാധിക്കാത്തത് ഇത് മാത്രമാണ്. അത് ഞാൻ എന്തുമാത്രം കരുതിയിട്ടുണ്ട്, എനിക്ക് മാത്രമുള്ളത് ഞാൻ എന്തുമാത്രം കരുതിയിട്ടുണ്ട്. വാസ്തവത്തിൽ
സ്നേഹമുള്ളവരെ, എൻ്റെ ഭാര്യയുടെ കയ്യിൽ കുറേ എണ്ണയുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിച്ചിരുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം ഇത് പങ്കുവയ്ക്കാനാകുന്ന എണ്ണയല്ല. എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കുറേ എണ്ണയുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിച്ചിരുന്നത് കൊണ്ട് കാര്യമില്ല. ഇത് പങ്കുവയ്ക്കാൻ സാധിക്കുന്ന എണ്ണയല്ല. എൻ്റെ മകളുടെ കയ്യിൽ, എൻ്റെ മകൻ്റെ കയ്യിൽ കുറേ എണ്ണയുണ്ടെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇത് പങ്കുവയ്ക്കാൻ സാധിക്കുന്ന എണ്ണയല്ല. നീ എന്ത് കരുതിയിട്ടുണ്ട് അത് നിനക്കുണ്ട്. ഈ ലോക ജീവിതത്തിൽ ഇതുവരെ തമ്പുരാൻ നിനക്ക് അനുവദിച്ച വർഷങ്ങളിൽ നീ എന്ത് കരുതിയിട്ടുണ്ട് അത് നിനക്ക് കൊള്ളാം. നിന്റെ ജീവിത പങ്കാളി എന്ത് കരുതിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന് കൊള്ളാം. നിന്റെ മക്കൾ എന്ത് കരുതിയിട്ടുണ്ട് അത് അവർക്ക് കൊള്ളാം. അതാണ് ഞാൻ പറഞ്ഞത്. തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കൂടെ പഠിച്ചവരും ജീവിച്ചവരും ഒക്കെ ആവശ്യത്തിന് എണ്ണയുമുള്ള വിളക്കും പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഞാൻ മാത്രം ആവശ്യത്തിന് എണ്ണയില്ലാതെ നിൽക്കേണ്ടി വന്നാൽ തമ്പുരാൻ വിവേകമില്ലാത്തവനെന്നും വിവേകമില്ലാത്തവളെന്നും വിളിക്കുന്നത് കേൾക്കേണ്ടി വന്നാൽ അതേക്കുറിച്ച് ഏറെ സങ്കടപ്പെടേണ്ടി വരും. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ധ്യാനിക്കണം, ചിന്തിക്കണം, കരുതലുള്ളവരാകണം. എന്നാണ് ഈശോ ഈ ഉപമയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുക. നമ്മുടെ ആത്മാവിനെക്കുറിച്ച് കൂടുതൽ കരുതലുള്ളവരായി നമ്മൾ മാറേണ്ടതുണ്ട്. നാളെ പ്രത്യേകമായിട്ട് നമ്മൾ കുമ്പസാരത്തിന് ഒരുങ്ങുമ്പോൾ എൻ്റെ ഈ ജീവിതത്തിൽ എൻ്റെ ആത്മാവിനെക്കുറിച്ചും ആത്മാവിലുള്ള അഭിഷേകത്തെക്കുറിച്ചും ഞാൻ എന്തുമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട്. സ്നേഹമുള്ളവർ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ വായിക്കും. അദ്ദേഹത്തിൻ്റെ പേര് നഥാനിയേൽ എന്നാണ്. ഈ മനുഷ്യനെ കർത്താവ് കാണുമ്പോൾ കർത്താവ് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ, കാപഠ്യമില്ലാത്ത ഒരു മനുഷ്യൻ. യേശുവിൻ്റെ അധരങ്ങളിൽ നിന്ന് ഇപ്രകാരം കേട്ടപ്പോൾ നഥാനിയേലിന് അത് അതിശയമായി. നഥാനിയേൽ തിരികെ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ്? നീ എന്നെ എങ്ങനെ അറിയുന്നു? നീ എന്നെ എങ്ങനെ അറിയുന്നു? നഥാനിയേൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ആഴം ഇതാണ്: ഞാൻ നല്ലവനാണെന്ന് നീ എങ്ങനെയാണ് അറിയുന്നത്? ഞാൻ നിഷ്കളങ്കനാണെന്ന് നീ എങ്ങനെയാണ് അറിയുന്നത്? ഞാൻ കാപഠ്യമില്ലാത്തവനാണെന്ന് നീ എങ്ങനെയാണ് അറിയുന്നത്? ആ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി ഇതായിരുന്നു: നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോഴേ ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു. പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു. ഈശോ അത് പറഞ്ഞപ്പോൾ നഥാനിയേലിന് വലിയൊരു സത്യം മനസ്സിലായി. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി എൻ്റെ ജീവിതത്തിലെ ഞാൻ ഇരുന്നിട്ടുള്ള ഇടങ്ങളും സഞ്ചരിച്ചിട്ടുള്ള വഴികളും കടന്നുപോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയുന്നവൻ്റെ മുമ്പിലാണ് താൻ നിൽക്കുന്നതെന്ന് നഥാനിയേലിന് മനസ്സിലായി. ഉടനെ നഥാനിയേൽ യേശുവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണ്, നീ ഇസ്രായേലിലെ ഗുരുവാണ് എന്ന് പറഞ്ഞ് നഥാനിയേൽ അവൻ്റെ വാക്കുകളെ ഏറെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. നമ്മൾ തമ്പുരാൻ്റെ ഒരു പ്രത്യേകത ഇതാണ്: തമ്പുരാൻ മനുഷ്യൻ്റെ ജീവിതത്തിലെ നന്മകൾ കാണുന്നവനാണ്, അവിടെ നിഷ്കളങ്കത കാണുന്നവനാണ്. കൂടെ ജീവിക്കുന്നവരും കൂടെ ജോലി ചെയ്യുന്നവരും നമ്മുടെ നിഷ്കളങ്കതയും കാപഠ്യമില്ലാത്ത അവസ്ഥയും കാണാതെ പോകുമ്പോൾ തമ്പുരാൻ അത് കാണുകയും തമ്പുരാൻ അതേക്കുറിച്ച് സംസാരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. അതോടൊപ്പം തമ്പുരാൻ്റെ ഈ അറിവിന് ഒരു പ്രത്യേകതയുള്ളത്, നമ്മുടെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ മാത്രമല്ല തമ്പുരാൻ അറിയുന്നത്, ഈ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം തമ്പുരാൻ അറിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ സമരിയാക്കാരി സ്ത്രീയുടെ ഒരു വാക്കാണ് നമ്മൾ അവിടെ വായിക്കുക. സമരിയാക്കാരി സ്ത്രീ യേശു അവളെ കണ്ടുമുട്ടിയതിന് ശേഷം അവൾ കിണറിനരികെ കുടം താഴെ വച്ചിട്ട് പട്ടണത്തിൽ പോയി പറയുന്ന കാര്യമാണ് 29-ാമത്തെ തിരുവചനം. അവൾ പട്ടണത്തിൽ പോയി പറഞ്ഞ കാര്യം ഇതാണ്: ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങളും വന്ന് കാണുവിൻ. അതാണ് അവൾ പട്ടണത്തിൽ പോയി പറഞ്ഞത്. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങളും വന്ന് കാണുവിൻ. അത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം, ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതെല്ലാം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ നിങ്ങളും വന്ന് കാണുവിൻ.
അത് അവളുടെ അനുഭവമായിരുന്നു. കാരണം യേശു അവളോട് പറഞ്ഞു, ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരാൻ യേശു അവളോട് പറഞ്ഞു. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന്. യേശു അവളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നീ പറഞ്ഞത് സത്യമാണ്. നിന്റെ കൂടെ ഇപ്പോൾ കഴിയുന്നവൻ നിന്റെ ഭർത്താവല്ല, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അത് യേശുവിൻ്റെ അധരത്തിൽ നിന്ന് കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇവന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതെല്ലാം അറിയാം, ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം അറിയാം, ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം അറിയാം, ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അറിയാം. അതവളെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. അതവളുടെ ജീവിതത്തിൽ വലിയ ദൈവകൃപയിലേക്ക് അവളെ കൊണ്ടുപോയി. സ്നേഹമുള്ളവരിപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യനായി ജനിച്ച ഏതൊരു വ്യക്തിയും തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്, ഒരു സമയമുണ്ട്. ആ സമയം എല്ലാ വ്യക്തികൾക്കും ഈ 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, നഥാനിയേലിനെ പോലെ നല്ല വാക്കുകൾ തമ്പുരാന്റെ അധരങ്ങളിൽ നിന്ന് കേൾക്കാനാകാം. അല്ല എങ്കിൽ സമരിയക്കാരിയോട് ഈശോ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും ഞാൻ കടന്നുപോയ വഴികളും എന്നോട് അവൻ പറയുമ്പോൾ എനിക്ക് തലകുനിക്കേണ്ടി വന്നേക്കാം. എന്തു സംഭവിച്ചാലും അതിൽ സങ്കടപ്പെടേണ്ടതില്ല. 2ലും രക്ഷയുടെ വഴികളുണ്ട്. എന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. ആദ്യത്തേതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് അപ്രകാരം സന്തോഷത്തോടെ മുമ്പോട്ട് പോകാം. രണ്ടാമത്തെ ഗണത്തിലാണ് നമ്മൾ പെടുന്നതെങ്കിൽ നമുക്ക് അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ചാൽ അവൻ്റെ രക്ഷയിലേക്ക്, സൗഖ്യത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 42-ാം തിരുവചനത്തിൽ യേശു ഒരു നഗരത്തെ നോക്കി കരയുന്നത് നമ്മൾ വായിക്കും. ഒരു നഗരത്തെ നോക്കി യേശു വിലപിക്കുകയാണ്. ജെറൂസലേം നഗരത്തെ നോക്കിയാണ്. യേശുവിൻ്റെ വിലാപം ഇങ്ങനെയാണ്. 42-ാം തിരുവചനത്തിൽ യേശു ഇങ്ങനെയാണ് വിലപിക്കുന്നത്: സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ നിന്റെ കണ്ണുകൾക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ നിന്റെ കണ്ണുകൾക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ ആ പ്രാർത്ഥനയിൽ വലിയ ആന്തരിക അർത്ഥങ്ങളുണ്ട്. യേശു പറഞ്ഞത് ഇതാണ്: നിന്റെ കണ്ണൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ, സമാധാന മാർഗമായ ക്രിസ്തുവിനെയും അവൻ്റെ വഴികളെയും തിരിച്ചറിയാൻ നിന്റെ കണ്ണൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കും, അവൻ നമ്മുടെ സമാധാനമാണ്. അപ്പോൾ ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം, അവൻ്റെ വഴികളാണ് നമ്മുടെ സമാധാന മാർഗം. അപ്പോൾ യേശു പ്രാർത്ഥിക്കുക, ഈ സമാധാനത്തിലുള്ള മാർഗങ്ങൾ കാണുവാൻ നിന്റെ കണ്ണൊന്ന് നിനക്ക് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ. എന്നിട്ട് യേശു ഇപ്രകാരം അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ്: നിന്റെ കണ്ണുകൾ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നിനക്കത് സാധിക്കാത്തത്. യേശു പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടെയാണ് പറയുന്നത്. കണ്ണുകൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നീ കാണുന്നില്ല. കണ്ണുകൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിനക്ക് കാണാനാകുന്നില്ല. സ്നേഹമുള്ളവരെ, മറയ്ക്കപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മറയ്ക്കപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരോ മറച്ചു പിടിക്കുന്നുണ്ട്. എൻ്റെ കണ്ണുകളെ മറ്റാരോ മറച്ചു പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കാണാൻ സാധിക്കാതെ പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അവൻ്റെ വഴികളെ കാണാൻ സാധിക്കാതെ പോകുന്നത്. ആരാണ് മറച്ചു പിടിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് മറച്ചു പിടിക്കുന്നത്? അത് നമുക്ക് മനസ്സിലാകാൻ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം വായിച്ചാൽ അവിടെ 4-ാം അധ്യായത്തിൽ 3-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും. 2 കൊറിന്തോസ് 4:3. അവിടെ വചനത്തിൽ ഇങ്ങനെയാണ് യേശു നമ്മളെ പഠിപ്പിക്കുക: ഞങ്ങളുടെ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. കാരണം ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? തന്നിമിത്തം മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം ദർശിക്കുവാൻ അവർക്ക് കഴിയാതെ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുക, ഞങ്ങളുടെ സുവിശേഷം ആരെങ്കിലും
മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നെങ്കിൽ, ഞങ്ങളുടെ സുവിശേഷം ആരെങ്കിലും ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നെങ്കിൽ അവർ നാശത്തിലേക്ക് പോകുന്നവർ മാത്രമാണ്. അതിന്റെ കാരണം ഇതാണ്: ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? തന്നിമിത്തം മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം ദർശിക്കുവാൻ അവർക്ക് കഴിയാതെ പോകുന്നു. അത് ഈ ലോകത്തിലെ പലർക്കും മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം ദർശിക്കുവാൻ കഴിയാതെ പോകുന്നു. ഈ ലോകത്തിന്റെ ദേവൻ അത് ദർശിക്കുവാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകളെ സത്യത്തിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുന്നു. അതൊന്ന് നിനക്ക് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ ഇന്നെങ്കിലും, അതാണ് ഈശോ അന്ന് പ്രാർത്ഥിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ കണ്ണുകളെ അങ്ങനെ സത്യത്തിൽ നിന്ന്, ദൈവത്തിന്റെ മാർഗത്തിൽ നിന്ന് മറച്ചു പിടിക്കുന്ന ചില സ്വാധീനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 21-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ. വചനം ഇങ്ങനെ പറയുന്നു: സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത ഇവ മൂലം ഒരാളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം കെണി പോലെ വന്ന് പതിക്കാതിരിക്കുവാൻ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. കർത്താവ് തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ 3 കാര്യങ്ങൾ കെണി പോലെ നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയാം. ഒന്ന്, സുഖലോലുപത, സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം. 2, ലഹരി വസ്തുക്കളോടുള്ള താല്പര്യം, മദ്യാസക്തി. 3, ജീവിത വ്യഗ്രത. ഇത് 3ഉം കെണി പോലെ ഒരു വ്യക്തിയെ, കുടുംബത്തെ തകർക്കാമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, കെണിയുടെ പ്രത്യേകത എന്താണ്? കെണിയുടെ പ്രത്യേകത, അവിടെയുള്ള അപകടങ്ങൾ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കെണിയെക്കുറിച്ച് ഞാൻ വായിക്കാൻ ഇടവന്നു. അന്റാർട്ടിക്ക പ്രദേശങ്ങളിൽ അവിടെ താമസിക്കുന്ന എസ്കിമോസ് എന്ന് വിളിക്കുന്ന മനുഷ്യർ, അവർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം, ഒരു കെണിയെക്കുറിച്ചാണ് ഞാൻ വായിച്ചത്. നമ്മൾ അന്റാർട്ടിക്ക പ്രദേശം വളരെ തണുപ്പുള്ള പ്രദേശമാണ്, മഞ്ഞുമലകളാണ്. അവിടെ വളരെ ഉപദ്രവകാരികളും അപകടകാരികളുമായ ചെന്നായ്ക്കളുണ്ട്. അവിടെ താമസിക്കുന്ന ആളുകളുടെ പേര് അവരെ എസ്കിമോസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ചെന്നായ്ക്കളെ, ഈ ഉപദ്രവകാരികളായ അപകടകാരികളായ ചെന്നായ്ക്കളെ പിടിക്കുന്നതിന് അവരുപയോഗിക്കുന്ന ഒരു തന്ത്രം ഇതാണ്: എളുപ്പത്തിൽ പിടിക്കാവുന്ന ഏതെങ്കിലും ഒരു മൃഗത്തെ പിടിച്ച് അതിനെ കൊന്ന് അതിൻ്റെ രക്തം അവർ ഒരു പാത്രത്തിൽ നിറച്ചു വയ്ക്കും. എന്നിട്ട് അവർ ചെയ്യുന്ന കാര്യം, അവരുടെ കയ്യിൽ ഒരു പ്രത്യേക തരത്തിലുള്ള കത്തിയുണ്ട്, പല വായ്ത്തലകളുള്ളൊരു കത്തിയാണ്. അവർ ആ കത്തി ഈ രക്തത്തിൽ അതിൻ്റെ പിടി വരെ മുക്കി വയ്ക്കും. എന്നിട്ട് അത് പുറത്തെ തണുപ്പിൽ ഉറയുവാൻ വയ്ക്കും. അങ്ങനെ പുറത്ത് മഞ്ഞുകട്ടകളാണ്, ആ തണുപ്പത്ത് ഉറയാൻ വയ്ക്കുമ്പോൾ ഈ കത്തിയുടെ പുറത്ത് അതൊരു ലെയറായി മാറും, ഒരു പാളിയായി മാറും. അതിനുശേഷം ഇവർ വീണ്ടും ഈ രക്തപാത്രത്തിൽ മുക്കും, വീണ്ടും തണുപ്പത്തുറയാൻ വയ്ക്കും, വീണ്ടും രക്തപാത്രത്തിൽ മുക്കും, വീണ്ടും തണുപ്പത്തുറയാൻ വയ്ക്കും. പലവട്ടം ഇത് ആവർത്തിച്ചതിന് ശേഷം ഈ കത്തിയുടെ ഷേപ്പ് നല്ലൊരു ഭക്ഷണ പദാർത്ഥം പോലെയാകും. അങ്ങനെ ഈ കത്തി, അങ്ങനെയുള്ള കത്തി അവർ ഈ മഞ്ഞുകട്ടയിൽ താഴ്ത്തി വയ്ക്കും, അതിൻ്റെ പിടി. അപ്പോൾ ഈ രക്തത്തിൻ്റെ മണം ആസ്വദിച്ച് ചെന്നായി അതിലൂടെ വരും. ചെന്നായി വരുമ്പോൾ ചെന്നായിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് ഈ രക്തം. അതിങ്ങനെ നക്കി കുടിക്കാൻ തുടങ്ങും. അപ്പോൾ അന്റാർട്ടിക്ക പ്രദേശത്തെ തണുപ്പും അതോടൊപ്പം ഈ രക്തത്തിൻ്റെ രുചിയും കൂടെ ചേരുമ്പോൾ ചെന്നായുടെ നാവ് കുറച്ച് കഴിയുമ്പോൾ ഒരു നമ്പനസിലേക്ക്, ഒരു മരവിപ്പിലേക്ക് പോകും. ചെന്നായി ഇങ്ങനെ ആർത്തിയോടെ ഇങ്ങനെ നക്കി കുടിച്ചുകൊണ്ടിരുന്ന് കുറച്ച് കഴിയുമ്പോൾ ചെന്നായിക്ക് നല്ല ചുടുരക്തം കിട്ടിത്തുടങ്ങും. അപ്പോഴും അതിങ്ങനെ നക്കി കുടിച്ചുകൊണ്ടിരിക്കും ആർത്തിയോടെ. വാസ്തവത്തിൽ ഈ ചുടുരക്തം കിട്ടിത്തുടങ്ങുന്നത് അതിൻ്റെ തന്നെ നാവ് മുറിഞ്ഞിട്ടാണ്. പക്ഷേ അതൊരു നമ്പനസിലേക്ക്, ഒരു മരവിപ്പിലേക്ക് അതിൻ്റെ നാവ് പോകുന്നത് കൊണ്ട് അതൊന്നും അറിയുന്നില്ല. അത് ആർത്തിയോടെ വീണ്ടും വീണ്ടും ഇങ്ങനെ നക്കി കുടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പലവട്ടം ഇങ്ങനെ നക്കി കുടിച്ച് ഇതിൻ്റെ ശരീരത്തിലെ രക്തം മുഴുവനും വാർന്ന് ഈ ചെന്നായി അവിടെ മറിഞ്ഞു വീഴും. അതങ്ങനെ അത് മരിച്ച് ചത്തവിടെ മറിഞ്ഞു വീഴും. പിന്നീട് വന്ന് എസ്കിമോസ് ഈ ചെന്നായി എടുത്തുകൊണ്ട് പോകും. ഈ സംഭവം ഈ എസ്കിമോസ്
അന്റാർട്ടിക്ക പ്രദേശങ്ങളിൽ ഈ ചെന്നായ്ക്കളെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഈ കെണിയെ എഴുതിയിട്ട് ഒരു ആത്മീയ ചിന്തകൻ അതിൻ്റെ അടിയിൽ വളരെ മനോഹരമായൊരു ചിന്ത എഴുതി. ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഇതുപോലെയാണ്. ജീവിതത്തിലെ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ, ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളൊക്കെ ഇതുപോലെയാണ്. ചിലർ ജഡികമായ ആസക്തികളിൽപ്പെട്ട് ആദ്യം ഈ ചെന്നായെ പോലെ രക്തം ആസ്വദിച്ച് കുടിക്കുന്നു. പിന്നീട് അവരുടെ മനസ്സ് മരവിച്ചു പോകുന്നു. സ്വന്തം ജീവിതമാണ് നക്കിക്കുടിക്കുന്നത്, സ്വന്തം കുടുംബമാണ് തകരുന്നത്. കുറച്ചു കഴിയുമ്പോൾ മറിഞ്ഞു വീഴും എന്നുള്ള സത്യം അറിയാതെ ആർത്തിയോടെ ചിലർ വീണ്ടും വീണ്ടും ആസ്വദിച്ചുകൊണ്ടേയിരിക്കും. സ്വന്തം ജീവിതമാണ് ഇങ്ങനെ ആർത്തിയോടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു മനസ്സിലാക്കാതെ ചെന്നായിയെ പോലെ അവസാനം ഒരു ദിവസം മറിഞ്ഞു വീഴും. അപ്പോൾ ആ ആത്മീയ ചിന്ത വളരെ മനോഹരമായിട്ട് അതിൽ എഴുതിയിരിക്കുക. ജീവിതത്തിൽ പലരും പല കെണികളിലും പെടുന്ന എങ്ങനെയാണ്, പലരും തകർന്നു പോകുന്ന, നശിച്ചു പോകുന്ന എങ്ങനെയാണ്, പലരുടെയും ദാമ്പത്യം തകരുന്ന എങ്ങനെയാണ്, പലരുടെയും ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന എങ്ങനെയാണ്. അറിയാതെ ഒരു മനസ്സിന്റെ മരവിപ്പിലേക്ക് പോവുകയും അവസാനം അവർ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു, കെണികളിൽ അകപ്പെട്ട്. അതുകൊണ്ട് ഈശോ പഠിപ്പിക്കുകയാണ്, സുഖലോലുപത കെണിയാണ്, സൂക്ഷിച്ചില്ല എങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സുഖലോലുപത എന്ന് പറയുമ്പോൾ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള മനുഷ്യന്റെ ആഗ്രഹം, അത് നിയന്ത്രിക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് കെണി പോലെ നമ്മുടെ ജീവിതത്തെ ബാധിക്കും. നമ്മുടെ സുഖാന്വേഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ കണ്ണുകൾ. നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മൾ വലിയ അപകടങ്ങളിൽ ചെന്ന് വീഴും. പ്രഭാഷകന്റെ പുസ്തകം 31-ാം അധ്യായം 13-ാം തിരുവചനം. പ്രഭാഷകന്റെ പുസ്തകം 31-ാം അധ്യായം 13-ാം തിരുവചനം. കണ്ണിനോളം കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണുള്ളത്? കണ്ണിനോളം കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണുള്ളത്? അവ നിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു. ദൈവത്തിന്റെ വചനം എത്ര മനോഹരമായിട്ടാണ് ഈ സത്യം എഴുതി വച്ചിരിക്കുന്നത്. കണ്ണിനോളം കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണുള്ളത്? അവ നിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു. എത്രയോ വലിയ സത്യമാണ് തമ്പുരാൻ വചനത്തിൽ നേരത്തെ എഴുതി വച്ചിരിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കണ്ണുകളുടെ നിയന്ത്രണം വിട്ടുപോകുന്ന അവസ്ഥകൾ, പ്രത്യേകിച്ച് ആധുനികമായ സോഷ്യൽ മീഡിയാസിലുള്ള അതിൽ നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കുന്നത്, ഫേസ്ബുക്കിലും വാട്സാപ്പിലും അതുപോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്സിലും നമ്മൾ മണിക്കൂറുകൾ സമയം ചെലവിടുന്നത്, നമ്മുടെ കണ്ണുകളുടെ കൊതി എപ്പോഴെങ്കിലും തീരുന്നുണ്ടോ? കൂടുതൽ കൂടുതൽ കണ്ട് പലരും ഇതിന് അടിമകളായി തീരുന്നു. വാസ്തവത്തിൽ കർത്താവിന്റെ തിരുവചനം അതാ പറയുന്നത്, സുഖങ്ങൾക്ക് വേണ്ടിയുള്ള മനുഷ്യന്റെ ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് വലിയ അപകടമായി മാറും. ഇന്ന് അനേകർ നീണ്ട മണിക്കൂറുകൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ചാറ്റിങ്ങിലും ഒക്കെയായിട്ട് സമയം കളയുന്നുണ്ട്. അനേകരുടെ ദാമ്പത്യ ജീവിതങ്ങളിൽ അവിശ്വസ്തത കയറിക്കൂടിയിട്ടുണ്ട്. അനേകം യുവതി യുവാക്കളുടെ ജീവിത വിശുദ്ധി കുഞ്ഞുനാളിൽ തന്നെ, യൗവനത്തിൽ തന്നെ ചോർന്നു പോകുന്നുണ്ട്. അനേകർക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അനേകർക്ക് വേണ്ട വിധത്തിൽ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അനേകർക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കർത്താവ് അതാണ് പറയുന്നത്, സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹത്തെ നിയന്ത്രിച്ചില്ല എങ്കിൽ അത് വലിയ കെണിയായി മാറും. അത് നിന്നെയും കൊണ്ടേ പോകൂ. അതുകൊണ്ട് നീ അത് തിരിച്ചറിയേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ കണ്ണുകളുടെ സുഖാന്വേഷണങ്ങൾ, കാതുകളുടെ സുഖാന്വേഷണങ്ങൾ, ശരീരത്തിന്റെ സുഖാന്വേഷണങ്ങൾ, അവയെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. നമ്മൾ എന്തിൻ്റെയെങ്കിലും കെണിയിൽപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം നേടേണ്ടതുണ്ട്. ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുമോ? അതോ എൻ്റെ കണ്ണുകളാണോ എന്നെ നിയന്ത്രിക്കുന്നത്? ഞാൻ എന്ത് കാണണമെന്ന് നിശ്ചയിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അതോ എന്തെങ്കിലും കാണുമ്പോഴേക്കും ഞാൻ ബലഹീനയായി പോകുന്നുണ്ടോ? എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ?
അങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ വചനം പറയും, അതിൽ നിന്നെ അടിമയാക്കിയിരിക്കുന്നു, നീ അതിൻ്റെ അടിമയാണ്, അതിൽ നിന്ന് നീ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇപ്പോഴിങ്ങനെ ഈ സോഷ്യൽ നെറ്റ്വർക്ക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് പണ്ടത്തേതുപോലെയുമല്ല കാര്യങ്ങൾ ഒത്തിരി പല രീതിയിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോവുകയാണ്, സങ്കീർണമായി പോവുകയാണ്. ഒരിക്കൽ ഒരു കുടുംബത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. അവരുടെ മകളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നം ആ വ്യക്തികളൊക്കെ ആയിട്ട് സംസാരിച്ചു തീർന്ന ഒരു വിധത്തിൽ ആ പ്രശ്നം തീർത്തു കഴിഞ്ഞപ്പോൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത് ആ പെൺകുട്ടിക്ക് ഇതേപോലെ തന്നെ വേറെ 4 പേരുമായിട്ടും ബന്ധങ്ങളുണ്ട്. ഒരെണ്ണം തീർത്തപ്പോഴാണ് 4 ദേ പിന്നാലെ വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ പലർക്കും പണ്ടൊക്കെ ആരെങ്കിലും ഒരാളായിട്ടായിരുന്നു സ്നേഹം. ഇന്ന് ചാറ്റിങ്ങിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചീറ്റിംഗ് വളരെ എളുപ്പമാണ്. ചാറ്റിങ്ങിൽ ഒരേ സമയം ഒരാളോട് ഹായ് അടിക്കുമ്പോൾ അതേ സമയം വേറൊരാളോട് വേറെ പറയാൻ കഴിയും. അതാണ് ഇന്നത്തെ സോഷ്യൽ നെറ്റ്വർക്ക്സിന്റെ പ്രത്യേകത. ഒരു സമയം ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരോട് സംസാരിക്കാൻ ഫേസ്ബുക്കിലും വാട്സാപ്പിലുമൊക്കെ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് പലരുടെയും ബന്ധങ്ങൾ കൈവിട്ടു പോകുന്നു, സൗഹൃദങ്ങൾ കൈവിട്ടു പോകുന്നു, ഒത്തിരി അപകടങ്ങൾ സംഭവിക്കുന്നു, പലരും കെണികളിൽ അകപ്പെട്ടു പോകുന്നു. ഈശോ പറയുന്നു, സൂക്ഷിച്ചില്ല എങ്കിൽ ഈ ചെന്നായിയെ പോലെ നിന്റെ ജീവിതമാണ് തകരുന്നതെന്ന് തിരിച്ചറിയാതെ മരവിച്ച മനസ്സോടെ നക്കിക്കുടിച്ച് അവസാനം നീ മറിഞ്ഞു വീഴും. അന്ന് നിന്നെ രക്ഷിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അതാണ് കർത്താവ് പറയുന്നത്, സുഖലോലുപത കെണിയാണ്. സുഖലോലുപതയുടെ കെണിയിൽ ഞാൻ അകപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ഞാൻ കണ്ടെത്തേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന വേറൊരു മേഖല ഇതാണ്, ലഹരി വസ്തുക്കളോടുള്ള താല്പര്യം, മദ്യാസക്തി. അത് കെണിയായി മാറാമെന്ന് ഈശോ പറയുകയാണ്. കഴിഞ്ഞ 2011 ജനുവരി മാസം മുതൽ 2012 ജനുവരി മാസം വരെയുള്ള ഒരു സർവേ വായിക്കാൻ ഇടവന്നു. കേരളത്തിലെ കോടതികളിൽ ഡൈവോഴ്സിന് അപേക്ഷിച്ചിട്ടുള്ള ദമ്പതികളുടെ എണ്ണമാണ് ഒരു വർഷത്തിനുള്ളിൽ 2011 ജനുവരി മാസം മുതൽ 2012 ജനുവരി മാസം വരെ. 2013, 14 അതൊന്നും പുതിയത് വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ 2011 ജനുവരി മുതൽ 2012 ജനുവരി വരെ കേരളത്തിലെ കോടതികളിൽ വിവാഹമോചനത്തിന് അപേക്ഷിച്ചുള്ള ദമ്പതികളുടെ എണ്ണം 44,236 ദമ്പതികൾ. ഒരു വർഷത്തിനുള്ളിൽ ഈ കൊച്ചു കേരളത്തിൽ 44,236 ദമ്പതികളാണ് ഇനി തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനാകില്ല എന്ന് തീരുമാനമെടുത്ത് വിവാഹമോചനത്തിന് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. ആ സർവേയിൽ പറയുകയാണ്, അതിൽ 60% കേസുകളും മദ്യവും മയക്കുമരുന്നും ലഹരി വസ്തുക്കളുടെയും ഉപയോഗവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ കൂടുതൽ കേസുകളും മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗവുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ശേഷമുണ്ടാകുന്ന വഴക്കുകൾ, മർദ്ദനങ്ങൾ, കലഹങ്ങൾ, സംശയങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ ഡൈവോഴ്സുകളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതെന്ന് ആ കണക്കിൽ പറയുകയാണ്. സ്നേഹമുള്ളവരെ, മറ്റുള്ള പ്രതിസന്ധികൾ, രോഗം വരുന്നത്, സാമ്പത്തിക നഷ്ടങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേക്കുറിച്ച് പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. എന്തുമാത്രം നമ്മുടെ കുടുംബങ്ങളെ ഇത് തകർക്കുന്നു. അത് ആ ചെന്നായി രക്തം ആസ്വദിക്കുന്നത് പോലെ തന്നെയാണ് ഈ മദ്യം, ഈ മയക്കുമരുന്ന്, കഞ്ചാവ് ആസ്വദിക്കുന്നവരുടെയൊക്കെ അവസ്ഥ. കുറേ നാൾ ആർത്തിയോടെ ഇങ്ങനെ നക്കിക്കുടിച്ചുകൊണ്ടിരിക്കും, അവസാനം ഒരു ദിവസം മറിഞ്ഞു വീഴും. അതാണ് അവരുടെ ഗതി, അതാണ് അവരുടെ വിധി. അതാണ് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മദ്യാസക്തി, ലഹരി വസ്തുക്കളുടെ ആസക്തി, അത് നിയന്ത്രിച്ചില്ല എങ്കിൽ കെണി പോലെ നിന്റെ ജീവിതത്തെ തകർക്കും. അടുത്തതായിട്ട് ഈശോ പറയുന്നത്, ജീവിത വ്യഗ്രത കെണിയായി മാറാം. ജീവിതത്തിൻ്റെ വ്യഗ്രതകൾ കെണിയായി മാറാം. ഒന്നിനും സമയമില്ല. ചിലർക്കൊന്നിനും സമയമില്ലാത്ത വിധത്തിൽ ജോലിയും കാര്യങ്ങളുമാണ്. മക്കളെ നോക്കാൻ സമയമില്ല, മക്കളെ കുളിപ്പിക്കാൻ സമയമില്ല, അവരുടെ കൂടെ ഇരിക്കാൻ സമയമില്ല, പഠിപ്പിക്കാൻ സമയമില്ല, ഒരു കാര്യത്തിനും സമയമില്ല. സമയമില്ലാത്ത വിധം ജീവിത വ്യഗ്രതകളിൽ പെടുന്ന മനുഷ്യരുണ്ട്. ഒത്തിരി സമ്പാദിക്കാനും ഒത്തിരി വലിയ വീടും വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുമ്പോൾ
വലിയ അപകടങ്ങൾ ജീവിതത്തിലേക്ക് കെണി പോലെ വരുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുക. കുറച്ച് നാളുകൾ ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന സമയം അവിടെ നിന്നിറങ്ങിയ ഒരു മാഗസിനിൽ വന്നൊരു വാർത്ത ഇപ്രകാരമായിരുന്നു. അവിടെ ബാംഗ്ലൂരിൽ പഠിക്കുന്ന ചില പെൺകുട്ടികൾ അവർക്ക് പണം ധാരാളം ആവശ്യം വരുമ്പോൾ, കാരണം ഇതാണ്, എല്ലാവരുടെ കയ്യിലും വീട്ടിലറിയുന്ന ഒരു ഫോണുണ്ട്, വീട്ടിലറിയാത്ത ഫോണുണ്ട്. മിക്ക ഭാര്യ ഭർത്താക്കന്മാർക്കും ഭർത്താവ് അറിയുന്ന ഒരു സിമ്മുണ്ട്, ഭാര്യ അറിയുന്നൊരു സിമ്മുണ്ട്, ഭാര്യ അറിയാത്തൊരു സിമ്മുണ്ട്, ഭർത്താവ് അറിയാത്തൊരു സിമ്മുണ്ട്. മിക്ക യുവാക്കൾക്കും വീട്ടുകാരറിയുന്നൊരു സിമ്മുണ്ട്, വീട്ടുകാരറിയാത്ത സിമ്മ് വേറെയുണ്ട്. അപ്പോൾ ഒത്തിരി പണച്ചെലവുണ്ട് ഇതിനൊക്കെ. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾക്ക് പണം തികയാതെ വരുമ്പോൾ അവർ ചെയ്യുന്ന ഒരു മാർഗത്തെക്കുറിച്ച് ആ മാഗസിനിൽ വായിച്ചു. ബാംഗ്ലൂരിൽ ധാരാളം IVF ക്ലിനിക്കുകളുണ്ട്. IVF എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, സ്വാഭാവികമായി കുഞ്ഞുങ്ങൾ ജനിക്കാത്തവർ സ്വീകരിക്കുന്ന കൃത്രിമ മാർഗങ്ങളാണ്. ഇങ്ങനെയുള്ള ലാബുകളിൽ അവിടെ ഓവത്തിൻ്റെ ആവശ്യമുണ്ട്, അണ്ഡത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ IVF ക്ലിനിക്കുകളിൽ ചെന്ന് എപ്പോഴെങ്കിലും ഓവം കൊടുക്കാൻ തയ്യാറായാൽ അവർ 15,000 രൂപ 2 വർഷം മുമ്പ് കൊടുക്കുമായിരുന്നു. ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പെൺകുട്ടികൾ അവർക്ക് പുതിയ മൊബൈൽ ഫോൺ വാങ്ങാനും പുതിയ പുതിയ കാര്യങ്ങൾ കാണാനും കേൾക്കാനും കയ്യിൽ പണമില്ലാതെ വരുമ്പോൾ, വീട്ടിൽ നിന്ന് പണം ചോദിക്കാൻ സാധിക്കാത്ത അവസ്ഥയും വരുമ്പോൾ ഈ കുട്ടികൾ നേരെ പോകുന്ന IVF ക്ലിനിക്കുകളിലേക്കാണ്. അവിടെ ചെന്ന് അവരുടെ അണ്ഡം വിറ്റാൽ അവർക്ക് 15,000 രൂപ കിട്ടും. ആ 15,000 രൂപമാക്കി ഇത് വിറ്റ് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന കുട്ടികളെക്കുറിച്ച് വന്ന വാർത്ത വായിച്ച് എനിക്കേറെ സങ്കടം തോന്നി. കാരണം ജീവിതത്തിൽ കുറെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇതേക്കുറിച്ചോർത്ത് കരയാതിരിക്കാൻ അവർക്ക് സാധിക്കത്തില്ല. ജീവിതം കുറെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഇതേക്കുറിച്ചൊക്കെ ഓർത്ത് കരയാതിരിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അത് സുഖലോലുപത, ഈ ജീവിതത്തിൻ്റെ വ്യഗ്രതകൾ കൂടുതൽ കാണണം, കൂടുതൽ കേൾക്കണം, ആധുനികമായ സാധനങ്ങൾ വാങ്ങണം, പുതിയ പുതിയ ഫോണുകൾ വാങ്ങണം, ഐപാഡുകൾ വാങ്ങണം, ടാബ്ലറ്റുകൾ വാങ്ങണം. ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുമ്പോൾ പല അപകടങ്ങളിലേക്കും പലരും പോകുന്നു. കർത്താവ് തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്, കെണി പോലെ ജീവിതത്തെ ഇത് തകർക്കാം. ഒരിക്കൽ വിദേശത്തു നിന്ന് വന്ന ഒരു ദമ്പതികൾ ഒരു വലിയ സങ്കടം പറയുകയുണ്ടായി. അവരുടെ അതിലെ ഭാര്യ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യം ഇതാണ്. വിദേശത്താണ് വർഷങ്ങളായിട്ട്. അവർ വിദേശത്ത്, ഈ ഭാര്യയും ഭർത്താവിനും ജോലി ആയതുകൊണ്ട് ഇവർ എപ്പോഴും അവരുടെ മകൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൻ ഇങ്ങനെ ഇവരെ ശല്യപ്പെടുത്താതിരിക്കാൻ TV ഓൺ ചെയ്ത് വെച്ച് കൊടുക്കും. TV ഓൺ ചെയ്ത് വെച്ച് റിമോട്ട് കൺട്രോളും കൊടുത്ത് ഇവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. ഇവർ ജോലിയും ചെയ്യും, ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ കുട്ടി അവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരുന്നോളും. അപ്പോൾ ഈ മാതാപിതാക്കൾ അതൊന്നും ശ്രദ്ധിച്ചില്ല, കുട്ടി എന്താണ് കാണുന്നത് കേൾക്കുന്നൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നീട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ അവൻ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഒക്കെ എത്തി. ഇപ്പോൾ അവൻ്റെ പ്രത്യേകത, അവൻ എപ്പോഴും ഈ TV-യിൽ കാണേണ്ടത് ഇങ്ങനെ മറ്റുള്ള മനുഷ്യരെ ആക്രമിക്കുന്ന വീഡിയോസാണ്. കൊല്ലുന്നതും വെട്ടുന്നതും വെടിവയ്ക്കുന്നതും ഇടിക്കുന്നതും തകർക്കുന്നതും അങ്ങനെയുള്ള വീഡിയോസ് ഇവന് കാണണം, ഫിലിംസ് അങ്ങനെ കാണണം. അങ്ങനെ ഒരു ദിവസം കാണാതിരുന്നാൽ ഇവൻ ഭ്രാന്ത് പിടിക്കുന്ന പോലെയാകും. മാതാപിതാക്കൾ ആദ്യം പറഞ്ഞു നോക്കി, ശിക്ഷിച്ചു നോക്കി, കേൾക്കുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ ഒരു പരിധിയിലപ്പുറം ശിക്ഷിക്കാൻ സാധിക്കത്തില്ല. കാരണം അപ്പനും അമ്മയും കുട്ടികൾ ചെന്ന് സ്കൂളിൽ പറഞ്ഞു കൊടുത്താൽ അപ്പനും അമ്മയും ജയിലിലാകും. അതുകൊണ്ട് ഇവർക്ക് ഈ കുട്ടിയെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഇവർ ധ്യാനം കൂടിക്കഴിഞ്ഞ ഈ കുട്ടി ഇവർക്ക് വലിയൊരു അസ്വസ്ഥതയായി മാറി. അപ്പോൾ ആ സഹോദരി എന്നോട് പറയുകയായിരുന്നു, അച്ഛാ, ഞങ്ങളുടെ തന്നെ കുഴപ്പമാണ്. ഞങ്ങൾ ഈ ചെറുപ്പം മുതൽ, കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾക്ക് തിരക്കായതുകൊണ്ട് TV ഓൺ ചെയ്ത് അവൻ്റെ കയ്യിൽ റിമോട്ടും കൊടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളുമായിട്ട് നടന്നു. അവൻ ഇഷ്ടമുള്ളതൊക്കെ അവൻ കണ്ടു. ഇന്നിപ്പോൾ അവൻ ഞങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറം പോയിരിക്കുന്നു. ഇനി ഈ കുട്ടിയുടെ കാര്യം എന്താകുമെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അവൻ എവിടെ കൊണ്ടുപോയിട്ടും അവനൊരു മാറ്റം ഇതുവരെ കാണുന്നില്ല. അത് ജീവിതത്തിൻ്റെ ചില വ്യഗ്രതകൾ. നമ്മൾ ജീവിതത്തിൽ 1ാം സ്ഥാനം കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് 1ാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ പിന്നീട് സങ്കടപ്പെടേണ്ടി വരും, കരയേണ്ടി വരും. മക്കളെ വളർത്തേണ്ടതിന്, അവരുടെ കൂടെ ആയിരിക്കേണ്ടതിന്, അവരുടെ കൂടെ സമയം ചെലവഴിക്കേണ്ടതിന് ഒക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ പണം സമ്പാദിക്കാനും മറ്റു കാര്യങ്ങൾക്ക് മാത്രം ശ്രദ്ധിച്ചാൽ ഈ മക്കൾ വളർന്നു വരുമ്പോൾ
കരയേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈശോ പറയുകയാണ്, ജീവിതത്തിൻ്റെ വ്യഗ്രതകളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ അത് ജീവിതത്തിൻ്റെ കെണിയായി മാറും. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുമുമ്പിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ചു നോക്കാം. ഏതെങ്കിലും കെണികളിൽ ഞാനും എൻ്റെ കുടുംബവും അകപ്പെട്ടു പോയിട്ടുണ്ടോ? കുറേ നാളൊക്കെ ചെന്നായെ പോലെ ആസ്വദിച്ച് കുടിക്കാനാകും, നക്കി കുടിക്കാനാകും. പക്ഷേ അധിക നാളത് നീണ്ടു നിൽക്കുകയില്ല. ഒരു ദിവസം മറിഞ്ഞു വീഴുക തന്നെ ചെയ്യും. മറിഞ്ഞു വീഴുന്നതിന് മുമ്പ് ഞാൻ അകപ്പെട്ടിട്ടുള്ള കെണികൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പിന്മാറാൻ, കർത്താവെ സുവിശേഷത്തിൻ്റെ വഴികളിലേക്ക് കടന്നു വരുവാൻ എൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ എന്ന് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ച് അല്പസമയം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ നിങ്ങളിൽ ആർക്കും അറിഞ്ഞുകൂടാ. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. ഈ രാത്രിയിൽ വേണമെങ്കിൽ അത് സംഭവിക്കാം. നാളെ വേണമെങ്കിൽ അത് സംഭവിക്കാം. ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ വേണമെങ്കിൽ അത് സംഭവിക്കാം. അത് സംഭവിച്ചാൽ നീ നിന്റെ ജീവിത വിളക്ക് കത്തിക്കാനുള്ളത് എണ്ണ കരുതിയിട്ടുണ്ടോ? ഇന്നത് സംഭവിച്ചാൽ, നിന്റെ തമ്പുരാന്റെ മുമ്പിൽ ഇന്ന് നിനക്ക് നിൽക്കേണ്ടി വന്നാൽ, ഇത്രയും വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നിന്റെ ജീവിത വിളക്ക് കത്തിക്കാനുള്ള എണ്ണ നീ കരുതിയിട്ടുണ്ടോ? അതോ തമ്പുരാന്റെ മുമ്പിൽ നിന്ന് സങ്കടപ്പെടേണ്ടി വരുമോ? തമ്പുരാന്റെ ഈ ചോദ്യത്തെ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമോ? മോനെ, ഈ 60 വർഷവും നീ പിന്നെ എന്തെടുക്കുകയായിരുന്നു? മോളെ, ഈ 50 വർഷവും നീ പിന്നെ എന്തെടുക്കുകയായിരുന്നു? നിനക്ക് വേണ്ടി നീ എന്താ ഒന്നും കരുതാതിരുന്നത്? ആ ചോദ്യത്തിന് ഒരുപക്ഷെ മറുപടി കൊടുക്കാനും സാധിക്കത്തില്ല. വേറെ ഒന്നും ആ സമയത്ത് നമുക്ക് ചെയ്യാനുമാകത്തില്ല. അതാണ് ആ സമയത്തിൻ്റെ പ്രത്യേകത. കൂടെ പഠിച്ചവരും കൂടെ ജീവിച്ചവരും കൂടെ ധ്യാനത്തിൽ സംബന്ധിച്ചവരും കൂടെ വളർന്നവരുമെല്ലാം തമ്പുരാന്റെ മുമ്പിൽ ആവശ്യത്തിന് എണ്ണയുള്ള വിളക്കം കത്തിച്ച് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ, ഞാൻ മാത്രം ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാത്ത വിളക്കം പിടിച്ച് തമ്പുരാന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നാൽ ആ സമയം എത്ര സങ്കടകരമായിരിക്കും. അതാണ് ഈശോ പറയുന്നത്, മോനെ, മോളെ, കരുതലുള്ളവരാകണം. ഈ ലോകത്തിനു വേണ്ടി മാത്രം ജീവിക്കാതെ നിന്റെ ആത്മാവിനെക്കുറിച്ച് നീ കരുതലുള്ളവരാകണം. നിന്റെ ചുറ്റുമുള്ളവർ ഓരോ അപകടങ്ങളിൽപ്പെട്ട് മരിക്കുമ്പോഴും അവർ നിനക്ക് തരുന്നൊരു മുന്നറിയിപ്പാണ്. നിന്റെ ചുറ്റുമുള്ളവർ, നിന്റെ സ്നേഹിതർ പലവിധ കാരണങ്ങളാൽ ഈ ലോകത്തു നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോഴും ഒരു മുന്നറിയിപ്പാണത്. എപ്പോൾ വേണമെങ്കിലും ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണത്. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങേണ്ടതുണ്ട്. ഒരിക്കൽ ഒരു സന്യാസിയോട് വേറൊരു സന്യാസി ചോദിച്ചു, അങ്ങ് ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്ന കാര്യം എന്താണ്? അതിന് ആ സന്യാസി നൽകിയ മറുപടി ഇതാണ്, എന്നെ ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം ഇതാണ്, തനിക്ക് ചുറ്റുമുള്ള മനുഷ്യർ ഓരോ ദിവസവും മരിച്ചു വീഴുമ്പോഴും തൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്ന മനുഷ്യനാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. തനിക്ക് ചുറ്റുമുള്ള മനുഷ്യർ പലവിധങ്ങളിൽ മരിച്ചു വീഴുമ്പോഴും, എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർ പലവിധങ്ങളിൽ മരിച്ചു വീഴുമ്പോഴും തൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്ന മനുഷ്യനാണ് എന്നെ ഏറ്റവും അതിശയിപ്പിക്കുന്നത്. അതെ, അത് അത്രയും ജ്ഞാനമുള്ളവർക്ക് അതിശയമുണ്ടാക്കുന്ന കാര്യമാണത്. ദൈവമേ, ഒന്നൊരുങ്ങുവാൻ, എൻ്റെ ആത്മാവിനെക്കുറിച്ച് കരുതുവാൻ, കർത്താവെ, ആത്മീയ സൗഖ്യത്തിലേക്ക് കടന്നു വരുവാൻ നീ എനിക്ക് സുവിശേഷത്തിൻ്റെ പ്രകാശം കാണുവാൻ തക്കവിധം എൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കാം.